ധന്യ PFIയുടെ നിരോധനത്തിന് ശേഷം അങ്ങനെ PFIയെ നിരോധിച്ചപ്പോൾ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് PFIയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPIയെ നിരോധിക്കുന്നില്ല? SDPI ഈ PFIയിലുള്ള ആളുകൾ തീർത്ത് SDPIയിൽ തമ്പടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞിരുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് നിരോധിക്കാനുള്ള ഒരു അവകാശവും അധികാരവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ സംഘടനകളെയും രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് തീവ്രവാദം നടന്ന സംഘടനകളെയൊക്കെ നിരോധിക്കാനുള്ള പണി കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് ഈ വഖഫ് സംരക്ഷണ റാലിയിൽ SDPI വലിയ രീതിയിലുള്ള ചില വെല്ലുവിളി പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടൊക്കെ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ SDPIയുടെ ദേശീയ അധ്യക്ഷനെ തന്നെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് SDPIയെ പൂട്ടാനുള്ള ആദ്യത്തെ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കേരളത്തിലെ സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് കരച്ചിലിൻ്റെ ദിനങ്ങൾ ആണ് ഇനി വരാൻ പോകുന്നത്. അടുപ്പ് കൂട്ടി ചർച്ചക്കാർ അതിലും വലിയ കരച്ചിൽ ഇനി കരയാൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അവിലും മലരും കുന്തിരിക്കും കരുതി വെച്ചോടാ ഞങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ തിരിച്ചു പറയേണ്ട അവസ്ഥയാണ്. അവിലും മലരും കുന്തിരിക്കും എടുത്തു വച്ചോ, ഇനി അത് ഉപയോഗിക്കാൻ കഴിയില്ല, ED വന്ന് പൊക്കും. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുൻപ് ED ഇവിടെ അതിൻ്റെ നേതാക്കളെ പിടിക്കാനായി ഇറച്ചി വെട്ടുകാരനായി, മരം വെട്ടുകാരനായും അടുക്കള ജോലിക്കാരനായി വന്ന് കൃത്യമായ അന്വേഷണമൊക്കെ നടത്തി NIA എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഉടുതുണിക്ക് മറുതുണി പോലും ഇടാൻ സമ്മതിക്കാതെ കിടക്കപ്പായിൽ നിന്നും ബെഡ്റൂമുകളിൽ നിന്നും NIA വിമാനത്തിൽ കയറ്റി ഡൽഹിയിൽ എത്തിയപ്പോഴാണ് ഇവിടുത്തെ പോലീസുകാർ പോലും അറിയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ NIA പറഞ്ഞത് ഇവിടുത്തെ പോലീസുകാർക്കിടയിൽ വരെ PFIക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അവരറിഞ്ഞാൽ ഈ നേതാക്കൾ രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരോട് പോലും അറിയിക്കാതെ ഇവരെ പിടികൂടാൻ രഹസ്യമായി വന്ന് ഇവന്മാരെ പൊക്കിക്കൊണ്ടുപോയത്. PFI സംസ്ഥാന സെക്രട്ടറി അധ്യക്ഷനുമാണ് CA റൌഫൊക്കെ ഇപ്പോൾ തീഹാറിൽ കിടന്ന് ഉണ്ട തിന്നുകയാണ്. കേരളത്തിലെ ജയിൽ പോലെയാണെന്ന് തോന്നുന്നില്ല തീഹാർ. നല്ല ഇടിച്ചു പിഴിഞ്ഞ് പരിപ്പ് വെളിയിലെടുക്കും. ഇവിടെ അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് SDPI ആണ്. അപ്പോൾ ഈ PFIയിൽ പ്രവർത്തിച്ച ഒന്നാം കിട നേതാക്കന്മാരാണ് ജയിലിൽ. ഈ രണ്ടാം കിടയും മൂന്നാം കിടയായ നേതാക്കന്മാരും നാലാം കിടയായ അണികളും അഞ്ചാം കിടയായ പ്രവർത്തകരും എവിടെ എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. ഇവരൊക്കെ CPMലേക്കും കോൺഗ്രസ്സിലേക്കും ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് അവർ സ്വീകരിച്ച് കയറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇവരാരും ഒരിടവും പോയിട്ടില്ല. ഇവരൊക്കെ SDPIയുടെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഈ വഖഫിനെതിരെ നടന്ന വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമയത്ത് വഖഫിനെതിരെ കൊല്ലത്തും മലപ്പുറത്തും നടന്ന ജാഥകളിൽ പർദ്ദയിട്ട സ്ത്രീകൾ, യുവതികൾ, കൊച്ചു കുഞ്ഞുങ്ങളടക്കം ആ റാലിയിൽ പങ്കെടുത്തതും ആ റാലിയിലുണ്ടായ ഓരോ പ്രഭാഷണങ്ങളിലൂടെയും തെളിയിക്കുന്നത് ഈ വഖഫിനെതിരെ നിങ്ങൾ എന്ത് ബില്ല് വേണോ ഉണ്ടാക്കിക്കോ, പക്ഷേ 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഞങ്ങൾ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റിയിരിക്കും. ഇതാണ് SDPI ഉയർത്തുന്ന മുദ്രാവാക്യം. ഒരിക്കലും അത് ഇന്ത്യ ഭരിക്കുന്നത് മോദി സർക്കാരാണ് എങ്കിൽ SDPIയുടെ ഈ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ SDPIയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ്. അതായത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് ED പറയുന്നത്. അതായത് തീവ്രവാദ ബന്ധമുള്ള സംഘടനകളിൽ നിന്ന് ഇവർ പണം കൈപ്പറ്റുന്നുണ്ട്. ഇപ്പോൾ കർഷക സമരമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. പിന്നെ PFIക്ക് ഫണ്ട് എവിടെ നിന്നാണ് വന്നത്, കർഷക സമരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെങ്കോട്ടയിൽ ഈ കിടന്ന് തിളച്ചു മറിച്ചത്, PFIയുടെ പങ്ക് എന്താണ്, അതിൽ ഇന്ത്യയെ തകർക്കാൻ അമേരിക്കയെ കൂടി അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ കൂടി സഹകരണത്തോടെ PFI നടത്തിയ ഒരു കലാപമായിരുന്നു കർഷക സമരം എന്ന രീതിയിൽ നമ്മൾ കണ്ടത്. അത് പിന്നീട് കേന്ദ്ര സർക്കാർ കൃത്യമായി മനസ്സിലായി. ആ സമയത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും വെറുതെയിരുന്നു, ഏതുവരെ ഇത് പോകട്ടെ എന്ന് നോക്കിയിട്ട്. പിന്നീട് ഇതിൻ്റെ പിന്നിൽ PFIയുടെ പ്രവർത്തകരാണ്, PFI ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇനി നീയൊക്കെ കൂടുതൽ വളരേണ്ട, ഇതുവരെ വളർന്നത് മതി എന്ന് പറഞ്ഞുകൊണ്ട്
2022 സെപ്റ്റംബറിൽ നിരോധിക്കുന്നത്. നിരോധിച്ചതിന് ശേഷം അവന്മാർ അടങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാൻ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരെയും ഉപദ്രവിച്ച് കൊന്നത് PFI നടത്തുന്ന അതേ കൊലപാതക രീതി. കാരണം അഭിഭാഷകനായ രഞ്ജിത് ശ്രീനിവാസനെ കൊന്ന അതേ രീതിയിലാണ് അഫാന്റെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ അഫാൻ ചുറ്റിക കൊണ്ട് നടത്തിയതെന്നുള്ളത്. അപ്പോൾ SDPI PFIയുടെ ആളുകൾ SDPIയിലേക്ക് കയറി SDPI PFIയും കൂടി ഇന്ത്യയെ തകർക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രഹസ്യ യോഗങ്ങൾ, രഹസ്യ ചർച്ചകൾ, രഹസ്യമായ നീക്കങ്ങൾ പല യുവാക്കളുടെ മസ്തിഷ്കത്തിലേക്കും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പറഞ്ഞ് അള്ളാഹു അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അത് തന്നെ പ്രവർത്തിക്കണം, നമുക്കിവിടെയല്ല സ്വർഗരാജ്യം, നമ്മുടെ സ്വർഗരാജ്യം വേറെയാണ്, ഇത് നരകമാണ്, ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് സ്വർഗത്ത് ഹൂറികളുമായി മത്സ്യപ്പുഴയിലും പാൽപ്പുഴയിലുമൊക്കെ നീന്തി കളിക്കാൻ കഴിയൂ, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ആകണം, രക്തം കണ്ടാൽ അറപ്പ് മാറണം, അതിനുവേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ യുവാക്കളുടെ മാനസിക അവസ്ഥയെ അല്ലെങ്കിൽ മനസ്സിന് ഇവർ കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഇവർ അതെ, അതെനിക്ക് വായിൽ വരില്ല, കാരണം വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വാക്കായി പോകും. അല്ലെങ്കിലേ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ സംസാര രീതി ഭയങ്കര ബോറാണെന്ന് കമൻ്റൊക്കെ വരുന്നുണ്ട്. അവസ്ഥ ഇതായി പോയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഗതികേടാണ്, കാരണം ഇൻഫെക്ഷൻ ആണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തായാലും ഈ പറഞ്ഞ സാധനം മസ്തിഷ്ക പ്രക്ഷാളനം അത് തന്നെ, അത് വരൂല എനിക്ക്. എന്തായാലും ആ സാധനം ഇപ്പം ഈ തീവ്രവാദികൾ എന്ന് പറയുന്നവർ എന്താ അവരുടെ നമ്മൾ പറയുമല്ലോ മൈൻഡ് അങ്ങനെ എന്തോ ഇല്ലേ, നമ്മൾ മറ്റൊരാൾ ചിന്തിക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കും, നമ്മുടെ മൈൻഡ് അവരുടെ കയ്യിലാണ്. ആ ലെവലിലേക്ക് ഇവരെ അഫാനെയൊക്കെ ഇവർ അങ്ങനെ ആക്കിയെടുത്തതായിരിക്കണം. 23 വയസ്സുള്ള അഫാൻ ഇപ്പോൾ പിള്ളേരൊക്കെ വാശി കാണിക്കുന്നതും ഒരു സാധനത്തിന് വേണ്ടി വാശി പിടിക്കുന്നതും ഒക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ പാർത്ഥൻ ഒരു ടോക്കിൽ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇത്രയും പേരെ കൊന്നതുകൊണ്ട് ഇവൻ്റെ സാമ്പത്തിക ബാധ്യത തീർന്നു. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരം ശക്തികളുടെ ഇത്തരം ആളുകളുടെ കൈകടത്തലുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരെയായി ഇപ്പോൾ ഇതും കൂടി നിരോധിക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും, SDPI കൂടി നിരോധിക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും കേന്ദ്രം നടത്തുന്നത്, ഈ ദേശീയ അധ്യക്ഷനെ തന്നെ പൂട്ടിക്കൊണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പാർത്ഥൻ എന്താ? അല്ല, തീർച്ചയായിട്ടും SDPI എന്ന് പറയുന്ന സംഘടന പ്രത്യക്ഷത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഈ തീവ്രവാദത്തിൻ്റെ വർഗീയത എന്ന് പറഞ്ഞാൽ കുറച്ച് കാണരുത്. ഒരു പ്രത്യക്ഷത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വർഗീയ എലമെൻറ്റിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് തീവ്രവാദ എലമെൻ്റുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് SDPI എന്ന് പറയുന്നത്. മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രം, ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. മറ്റേത് രാഷ്ട്രം വരുന്നതിനേക്കാൾ അപ്പുറമാണ് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രത്തിലെ ശരിയായ നിയമങ്ങൾ എന്ന് പറയുന്നത്. അങ്ങേയറ്റം പ്രശ്നമുള്ള ഒരു രീതിയാണ്. ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ പോലും ഇപ്പോൾ ഈ പർദ്ദയും തട്ടവും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ മതേതര ഇന്ത്യയിൽ, കൊച്ചു കേരളത്തിലാണ് ഇത്തരം സാധനങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെയുള്ള സിവിൽ നിയമങ്ങളിൽ ശരിയായ നിയമം നടപ്പിലാക്കണമെന്നും ഇവിടെയുള്ള ക്രിമിനൽ നിയമങ്ങളിൽ അതിന് ശരിയായ നിയമം വേണ്ട, ഞങ്ങൾക്ക് ഇവിടുത്തെ ക്രിമിനൽ നിയമം മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ വെട്ടിക്കളയും കൈ. ഞാൻ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സഹോദരന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഇവർക്ക് സിവിൽ നിയമവും ശരിയാക്കുക, ക്രിമിനൽ നിയമവും ശരിയാക്കുക. എന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും ഒരു പെണ്ണിനെ കയറി പിടിച്ചാലോ ഇനി ആരെങ്കിലും കൊന്നാലോ ഒക്കെ ആ സ്പോട്ടിൽ അത് തത്തുല്യമായി ചെയ്യുക എന്നാണ്. കൊന്നാൽ കൊല്ലുക, എന്ന് പിടിച്ചാൽ കൈ വെട്ടുക, അതാണ് ആ സംഭവം. അപ്പോൾ അതും കൂടി അവർ മനോഹരമായി സ്വീകരിക്കണം. ഈ സുഡാപ്പികൾ ഇതിനു വേണ്ടി സമരം ചെയ്യണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. എന്തായാലും SDPIയെ പൂട്ടുന്നതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ ദേശീയ അധ്യക്ഷനെ തന്നെ പിടിച്ചകത്തിട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കരച്ചിൽ തുടരാം. അതെ.